ഈ പെണ്ണ് ചുറ്റും കടൽ മാത്രമുള്ള വിചിത്രമായ ഒരു ഐലൻഡിൽ കുടുങ്ങിയേക്കാണ്. ഇവള് 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവള് കുഞ്ഞുമീനുകളെ ഇരയിട്ടിട്ട് വലിയ മീനുകളെ പിടിക്കാൻ നോക്കാണ്. ഇവളൊരു മുളക്കൊമ്പ് വെച്ചിട്ട് ആയുധം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിറങ്ങി വലിയ മീൻ വരണമെന്ന് നോക്കി നിൽക്കും. അപ്പൊ തന്നെ ഒരു സ്രാവ് ഇവളുടെ ട്രാപ്പിൽ കുടുങ്ങും. പക്ഷേ ഈ സ്രാവാണെങ്കിൽ ഇവളുടെ ചുറ്റും വന്നിട്ട് ഇവളെ വെള്ളത്തിലേക്ക് തള്ളിയിടാനാണ് നോക്കണത്. ഇവള് ബാലൻസ് ചെയ്ത് നിന്നിട്ട് ഈ സ്രാവ് പിന്നെ അടുത്തേക്ക് പറഞ്ഞ കണ്ടുടർന്ന് തന്നെ അവളുടെ കുന്തം വെച്ച് ഈ സ്രാവിന്റെ തലയ്ക്ക് തന്നെ ഉന്നം വെച്ച് കുത്തി സ്രാവിനെ കൊല്ലും. ഫുഡ് കിട്ടിയില്ലോ എന്ന് ആലോചിച്ച് ഇവള് നല്ല ഹാപ്പി ആവാണ്. ഈ സ്രാവിന് നല്ല വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവക്കിന് ഫുഡിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇവളെ മീനെ രാവിലെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തിൽ ഈ സ്രാവിനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് മറ്റു ജീവികളിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഒളിച്ചിരുന്ന് റെസ്റ്റ് എടുക്കും. കാലത്തൊട്ടടുത്ത പണികളൊക്കെ കാരണം ഇവള് ക്ഷീണം വന്ന് വേഗം തന്നെ ഉറങ്ങിപ്പോവും. പിറ്റേന്ന് കാലത്ത് ഇവള് എണീറ്റ് നോക്കുമ്പോൾ മരത്തിൽ ഇവള് കെട്ടിത്തൂക്കിയിട്ട് സ്രാവിനെ കാണാണ്ടാവില്ല. ഇവള് ഈ സ്രാവിനെ അന്വേഷിച്ച് കുറച്ചു നേരം നടന്നു നോക്കുമ്പോൾ ആ സ്രാവിന്റെ ശവം ഒരു സ്ഥലത്ത് കിടക്കണ കാണും. പക്ഷേ ഈ സ്രാവിന്റെ ശരീരത്തിൽ ഏതോ വന്യമൃഗം ആക്രമിച്ച പോലത്തെ പാടുകൾ ഉണ്ടാവും. ഇവളിത് കണ്ടിട്ട് പേടിക്കാണ്. ഇവൾക്ക് ഈ ദ്വീപിൽ വേറെ ഏതോ ഒരു രാക്ഷസനുണ്ടെന്ന് മനസ്സിലാവും. ഇവൾ ഇതൊക്കെ ആലോചിച്ച് നടന്നു തന്നെ വഴിക്ക് വേറൊരു കാഴ്ച കണ്ട് പേടിക്കാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇവൾ അവന്റെ ബോഡി കുഴിച്ചിട്ടായിരുന്നു. ഈ മോൺസ്റ്റർ ആ ബോഡി തോണ്ടി പുറത്തെടുത്തുണ്ടാവും. മോൺസ്റ്റർ സ്രാവിനെ ഇവളുടെ ഫ്രണ്ടിന്റെ ബോഡിയും തിന്നത് കണ്ടിട്ട് ഇവള് പേടിച്ച് വിറയ്ക്കാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവൾ എന്നിട്ട് ഒരു മരക്കൊമ്പ് വെച്ചിട്ട് ഒരു ആയുധം ഉണ്ടാക്കും. പെട്ടെന്ന് ഇവള് വെള്ളത്തിൽ എന്തോ പൊന്തി കിടക്കണ കാണാണ്. ചെന്ന് നോക്കുമ്പോൾ അത് അവളുടെ ഫ്രണ്ടിന്റെ ബോഡി ആയിരിക്കും. പക്ഷെ അവന്റെ ബോഡിയുടെ പകുതി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി ഭാഗം കാണാണ്ടായിട്ടുണ്ടാവും. ഇവക്ക് ഇത് കണ്ട് പേടി തോന്നുമെങ്കിൽ ഇവന്റെ ബോഡി വലിച്ച് കരയിലേക്ക് ഇടും. ഇവൾ എന്നിട്ട് ഫ്രണ്ടിന്റെ ബോഡി മോൺസ്റ്ററിനെ കൊടുക്കാനുള്ള ട്രാപ്പായിട്ട് ഉപയോഗിക്കുകയാണ്. ഇവള് മറ്റേ സ്രാവിനെ തൂക്കിയിട്ട പോലെ ഫ്രണ്ടിന്റെ ബോഡിയും കെട്ടി തൂക്കിയിടും. എന്നിട്ട് രാത്രി ഒളിച്ചിരുന്ന് മോൺസ്റ്റർ വരുന്നത് നോക്കിയിരിക്കുകയാണ്. പക്ഷെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് മോൺസ്റ്റർ വരണില്ല. പെട്ടെന്ന് നമുക്ക് ആകാശത്തൂടെ പ്ലെയിൻ പോണ സൗണ്ട് കേൾക്കും. ഇവൾ അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കാന്ന് ആലോചിക്കാണ്. ഇവൾ എന്നിട്ട് ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് പുറത്തു വരാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ അങ്ങോട്ട് മോൺസ്റ്റർ വരും. ഇവൾ ഇത് കണ്ട് പേടിച്ച് വാപൊത്തി അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. മോൺസ്റ്റർ അടുത്ത് വരുന്നതോറും ഇവൾക്ക് പേടി കൂടി വരണ്ട്. പക്ഷെ ഇവളുടെ അടുത്തെത്താറായ ടൈമിൽ മോൺസ്റ്ററിന്റെ ശ്രദ്ധ ഇവൾ കെട്ടിത്തൂക്കിയിട്ട ഫ്രണ്ടിന്റെ ബോഡിയിലേക്ക് പോയിട്ട് ഇവളുടെ അടുത്തേക്ക് വരാണ്ട് മോൺസ്റ്റർ അങ്ങോട്ട് പോകും. രാവിലെ വരെ ഒളിച്ചിരുന്നിട്ട് ഇവൾ പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് അവിടെ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. പേടിച്ച് ഇവൾ പോയി നോക്കുമ്പോൾ അതിൽ നിന്നൊരു പക്ഷിയാണ് പുറത്തു വരണത്. ഇവളാണെങ്കിൽ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടാവും. ഇവക്ക് ഇവിടെ നിൽക്കണതിന് സുരക്ഷിതമല്ല എന്നറിയാവുന്നതുകൊണ്ട് ഇവൾ വേറെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കാണ്.